അപ്പോ ഈ തീർത്ഥാടന യാത്ര ഒന്ന് ആനന്ദകരമാക്കാൻ നമുക്കൊരു പാട്ടൊക്കെ പാടി പോയാലോ? അപ്പോൾ ഈ മിന്നൽ വള എന്ന പാട്ട് പാടുന്ന ഒരു 200 ഫ്രണ്ട്സ് റിക്വസ്റ്റ് ചെയ്തിരുന്നു. ഞങ്ങൾ ആരാണ്, എന്താണ്? ഞാൻ തമിഴ് പാട്ടാണ് കൂടുതൽ പാടുന്നത്, മലയാളം ക്ലാസിക്കൽ അങ്ങനെ പാടുന്നത് അല്ലെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിന്റെ റിക്വസ്റ്റ് അനുസരിച്ച് ട്രൈ ചെയ്യാണ്. പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃശ്ചികം മാത്രമാണ്. ഞാൻ തുടങ്ങട്ടെ. അങ്ങനെ കാളരാഗം കേട്ടിട്ട് ഇവന് ഉറക്കം വരുന്നില്ല എന്ന്. കാളരാഗോ? കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവന്ന്. ഒരു കയറുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കെട്ടുന്നെങ്കിൽ ചത്തേനെ. മുഴുവൻ പാടൂ. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പുത്തുലഞ്ഞു. അറിഞ്ഞില്ല, ഇത് ഞാൻ അറിഞ്ഞില്ല. ദേവിയുടെ കടാക്ഷം നിന്നിൽ ഇത്രത്തോളം ഉണ്ടെന്ന് അച്ഛൻ അറിഞ്ഞില്ല. കഴുതയ്ക്കും കച്ചേരിക്കും തമ്മിൽ എന്താ ബന്ധം? ഈ കഴുത എന്ന് ഉദ്ദേശിച്ചത് തന്നെയാണോ? ഒന്നാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി, തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു. നിനക്കൊന്നും വേറെ ഒരു കഴിവില്ലാന്ന് എനിക്കറിയാം. ഈ വേഷം കെട്ടി കണ്ടിട്ട് ഇയാൾ ഇച്ചിരി ഓവറാണോ എന്നൊരു സംശയം. കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കൂ. പൂ പോലെ നീ വിരിഞ്ഞു, ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം. നമ്മുടെ നാരായണേട്ടൻ തർക്കമില്ലാതെ പാടുന്നുണ്ട് കേട്ടാ. നാരായണൻ ഇനി പാടി ഇവിടെ കൊല നടക്കും. ഇത് പാട്ടല്ല, ഇതിന്റെ പേര് വേറെയാ. അതിനിടെ അവിടെ ഒടുക്കത്തെ ഒരു പാട്ടും. കള്ളത്തരങ്ങളെ തുള്ളികളായി കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ വിങ്ങലായി മിന്നൽ വാള. വളരെ ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? താൻ ചിന്തിച്ചിട്ടുണ്ടോ? അത് ചിന്തിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടാത്ത കാര്യമാണ്. കുണഞ്ഞൊരു പാട്ടുണ്ടല്ലോ. ഇല്ല, നിർത്തി. തൂറാനിരിക്കുമ്പോ പോലും നീ ഒരു മൂളിപ്പാട്ട് പാടിയെന്നറിഞ്ഞ അരിഞ്ഞു കളഞ്ഞ തോന്നി. ഒരു കലാകാരനെ ഇവന്മാര് വളരാൻ വിടില്ലല്ലോ. കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാരിവില്ലാണു നീ. സംഗീതത്തിൽ ജനിച്ചു, സംഗീതത്തിൽ വളർന്നു, സംഗീതമേ ജീവിതം. എന്തുവാടാ ഇത്? ഇവിടെ ആർക്കും ഉറങ്ങണ്ടേ? എന്തുവായിരുന്നു ഇവിടെ ലഹള? ലഹളയല്ലമ്മേ, പാട്ട് പാടിയതാ. നീ മിന്നൽ വാള കയ്യിലിട്ട പെണ്ണഴകേ. മ്യൂസിക്കാ. മ്യൂസിക്കോ? ദേ, ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞേക്കാം, ഇനി ഇതിനകത്തുനിന്ന് ഈ വക ശബ്ദം വല്ലതും കേട്ടാൽ ഞാൻ ചവിട്ടി പുറത്താക്കും. സംഗീതം പഠിച്ചിട്ടുണ്ടോ? എന്താ പഠിച്ചിട്ടില്ലാത്തതെന്ന് ചോദിക്കേ. ശകലകലാവല്ലഭൻ. എത്തിത്തോടാൻ എത്തുകില്ല മാരിവില്ലാണു നീ. താങ്ക്സ്. ഞാൻ ഇങ്ങനെ തന്നെയാ. അതെന്താ എന്ന് ചോദിച്ചാ ഞാൻ അങ്ങനെ തന്നെ, അത്ര തന്നെ. ഇതൊന്നും അല്ലാത്തൊരു നീലണ്ടെന്ന് വെച്ചാ അത് മറ്റാരും ആയി പോവും. ഇതൊന്നും അവന്റെ നല്ലത് എനിക്ക് മനസ്സിലായി. ഈ കാണുന്ന അല്ലവൻ, ഈ കാണിക്കുന്നതും അല്ലവൻ. പിന്നെ ആരാവൻ? സത്യമൂർത്തി IPS. ഇന്ത്യൻ പോലീസ് സർവീസ് ബാച്ച് 57.